എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ സോൾ 369ലേക്ക് സ്വാഗതം. ഞാൻ സുചിത്ര. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് നോക്കാം. അതിനെന്താണ് സൊല്യൂഷൻസ്, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ്, 3 കാർഡ്സ് ആണ് ഞാൻ ഈ സ്പ്രെഡിൽ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. ഓക്കെ, മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ആക്ഷൻ കാർഡാണ്. അപ്പോൾ ഇത് സൈഡിൽ വയ്ക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി കാത്തു നിൽക്കേണ്ട, സമയം പാഴാക്കാതെ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കാമെന്ന് ഇപ്പോൾ തന്നെ ആലോചിക്കുക. അതുകൂടാതെ ഭയം അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, നിങ്ങളെ പിൻവലിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ വിട്ടു മാറണം എന്ന് കൂടി ഇതിന് അർത്ഥമുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ടോട്ടലി കാണിക്കുന്നത്. ഇതുവരെ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്, ഒന്നും ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനായിട്ട് സമയമായിട്ടുണ്ട് എന്നാണ് മെയിൻ കാർഡിൽ കാണിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാതെ പേടിച്ച് ആക്ഷൻ എടുക്കാതെ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി കാത്തു നിൽക്കേണ്ട, സമയം പാഴാക്കാതെ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളൊരു ഇൻഫർമേഷൻ, അതായത് ഒരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന കാർഡ്സ് ആണ്. നിങ്ങളുടെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്? ഈ ഒരു കാർഡാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ മാറ്റത്തിനുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന്, ഇവിടെ കയറുകളാൽ കെട്ടിപ്പിടിപ്പെട്ട ഒരു യുവതിയെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ആകെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. എന്തെങ്കിലും കാർമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിലേഷനിൽ പെട്ട് അതിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ കിടന്ന് വിഷമിക്കുന്നതായിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിയും, പക്ഷേ നിങ്ങളത് ശ്രമിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കിയ തന്നെ ചട്ടങ്ങളും ഭയങ്ങളും തന്നെ ആണ് നിങ്ങൾ അതിലാണ് ആ ഒരു ചട്ടവട്ടങ്ങളിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളെ ആരാണ് തടയുന്നത് എന്ന് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളാണോ, അതോ ചില ഭയങ്ങളാണോ, ആശങ്കകളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസങ്ങളാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ നിന്നും ആരെങ്കിലും തടസ്സം നിൽക്കുകയാണോ? അതെന്താണെന്ന് നോക്കുക. ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങുക. ആ ഒരു അവസ്ഥയിൽ നിന്നും മുക്തനായി പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക. മെയിൻ കാർഡ് തന്നെ നിങ്ങൾക്കറിയാം, ആക്ഷൻ കാർഡാണ് വന്നിട്ടുള്ളത്. കൂടാതെ നിങ്ങളെ ആരും തന്നെ തടയുന്നില്ല. നിങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും മാനസികമായിട്ടുള്ള തടസ്സങ്ങളും തന്നെയാണ് ഈ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സ് കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ വിചാരിച്ചു കൂട്ടി ആ ഒരു കാര്യത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് തോന്നുന്നില്ല. ആ ഒരു കാർമിക് റിലേഷനിൽ തന്നെ പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന്ന് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രസന്റ് ടൈമിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹീലായി തുടങ്ങിയിട്ടുണ്ടാകാം. ഇത് വളരെ ഒരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക്, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ പ്രസന്റ്ലി ഇപ്പോൾ അനുഭവിക്കുകയാണെങ്കിൽ അതിന്ന് ഈ ഒരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ റിക്കവർ ആവാനായിട്ട് സമയം ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്വയം ഈ ഒരു കാര്യം മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു പ്രസന്റ് ടൈമിൽ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ റിക്കവർ ആവണം. അതിൽ നിന്ന് ഹീൽ ആവാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ,
അതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു വേദന അതിനെ ഓവർകം ചെയ്യണം. അതിനെ ഓവർകം ചെയ്ത് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സ്വയം സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ സെൽഫ് ലവ് ഇല്ലെങ്കിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരൽ. ഇപ്പോൾ ഇതിൽ ഈ ഒരു കാർഡ് റീഡിങ് കാണുന്ന അധികം ആൾക്കാരും ഈ ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ പ്രസന്റ്ലി നമുക്ക് പുറത്തു വരാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ നമ്മൾ ആ ഒരു വേദന ഫർഗീവ് ചെയ്യാനായിട്ട് പഠിക്കുക. അതുകൂടാതെ പാസ്റ്റിലെ ഫീലിങ്സ് ഒക്കെ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞതാണ്. അതിനെ നമ്മൾ മറക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് ഹാർട്ടിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അൺഹോൾഡ് ചെയ്ത് അതിനെ വിടുക. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ വിചാരിക്കുക, ചിന്തിക്കുക. അതുപോലെ ഈ ഒരു സമയം കൂടുതലും സാഡ് സോങ്സും അങ്ങനെയുള്ള കാര്യങ്ങളും സാഡ് ആയിട്ടുള്ള കാര്യങ്ങളും മൂകമായിട്ടിരിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനുമായിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ഒരു കാര്യം വിടുക. കൂടാതെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ചെയ്ത ആളിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാവാം. നിങ്ങൾ ആളിനെ തന്നെ ഈ വാട്സപ്പിൽ നോക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിൽക്കുകയായിരിക്കാം. അതൊക്കെ ഒന്ന് നിർത്തുക, ലെറ്റ് ഗോ ചെയ്യുക. ഫുള്ളി ഡിവൈന് സറണ്ടർ മോഡിൽ പോയാൽ മാത്രമേ നമുക്കിത് ഓവർകം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, പോലെ ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ്. അപ്പോൾ ഈ ലെസൺ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും ഈ ഒരു ആള് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി മാപ്പ് കൊടുത്ത് ആ ആളിനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഇനിയും ലൈഫുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർമിക്കിൽ ഈ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആരും സഹായിക്കില്ല. നിങ്ങൾ സ്വയം തന്നെ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തു വരാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച കുറച്ച് ഭയങ്ങളും അതുപോലെ കുറച്ച് ആശങ്കകളും ആയിട്ട് ഉള്ള ഒരു ചെറിയ അതിൽ നിങ്ങൾ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. തീർച്ചയായും വരാനായിട്ട് കഴിയും. ഈ ഒരു ഡെയിലി ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ച് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇരുന്ന് നമ്മൾ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ ആക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വെളിച്ചമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് കഴിയും. നിങ്ങൾ തന്നെ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്വതന്ത്രയാവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടി നമ്മൾ കാലും കൈയും ഒക്കെ ഇങ്ങനെ വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഈ ഒരു കുറച്ച് ആൾക്കാരുടെ ഒരു ഫോഴ്സ് മൂലം നമ്മൾ ഒന്നും മിണ്ടുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിട്ടാണ്. കൂടാതെ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ നന്നായിട്ട് ഒന്ന് വിഷമിപ്പിച്ചിട്ട് നിൽക്കുകയാണ്. വിഷമിപ്പിച്ച ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മറന്ന് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന് കൂടിയുണ്ട്. അതായത് ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു ഹാർട്ട് നന്നായിട്ട് ബ്രേക്ക് ചെയ്തത് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മാത്രമേ അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു വിശ്വാസ വഞ്ചന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എന്തോ ഒരു വലിയ പ്രശ്നം വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഒക്കെ ആയി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏതായാലും ഒരു വലിയൊരു വിഷമത ആള് തന്നിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാനായിട്ട് കഴിയുന്നില്ല. വീണ്ടും വീണ്ടും അത് ആലോചിച്ച് അതിൽ തന്നെ കുടുങ്ങി ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് മാത്രമേ ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാണ് ആ കാർമിക്കിന്റെ ഒരു പ്രഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്നും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, എനിക്കിത് ഹീൽ ചെയ്തേ കഴിയുകയുള്ളൂ, ഹീൽ ചെയ്താലേ എനിക്ക് ഓവർകം ആവുകയുള്ളൂ, ഈ ഒരു കാര്യത്തിൽ നിന്ന് മുന്നോട്ട് കടക്കാനാവുകയുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് വരിക. അത് നിങ്ങളുടെ വീട്ടിലെ പാരൻസ് ആകാം, സിബ്ലിങ്സ് ആകാം, അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ആകാം, ഏതൊരു വ്യക്തിയും ആകാം. ഈ ഒരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ള ഒരു ആള്
അതുപോലെ നിങ്ങൾക്ക് ബാഹ്യമായ ശത്രുക്കളുണ്ട് എന്നും കൂടി കാർഡ്സിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് സമീപമുള്ള തന്നെ ഒരു വ്യക്തി നിങ്ങൾ അറിയാതെ ശത്രുത കാണിക്കുകയാണ്. നിങ്ങൾക്ക് പുറകിൽ നിന്നും ഒരു വിഷമത തരികയാണ്, കൂടുതൽ വിഷമിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നില്ല. അത് കാരണം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ കാണാനായിട്ട്, പക്ഷെ നിങ്ങൾക്കത് കഴിയുന്നില്ല. കുറച്ചുകൂടി നിങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈഡപ്പ് ആയിട്ട് ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എവിടെയാണെന്ന് കാണാനായിട്ട് കഴിയുകയില്ല. അതുപോലെ നിങ്ങളുടെ ആത്മശക്തിയും എനർജിയും നിങ്ങൾ തന്നെ രക്ഷിക്കുക. അതുപോലെ അതിന് ബൗണ്ടറി നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഏതൊരു കൂട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും അതുപോലെ ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ കൂടി നിങ്ങൾ അത് ബൗണ്ടറി നന്നായിട്ട് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സക്സസ് വരുത്താനായിട്ട്, അതായത് ഈ ഒരു പ്രസന്റ് ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തീർച്ചയായും നിങ്ങൾക്ക് നല്ല പവറും സ്ട്രെങ്ത്തും അതുപോലെ ബൗണ്ടറിയും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അകത്തിൽ നിന്നും ഒരു പവറും സ്ട്രെങ്ത്തും ഉണ്ട്. കൂടാതെ നിങ്ങൾ ഒരു ബൗണ്ടറി കൂടി സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ കാർഡ് വളരെ നല്ല കാർഡ്സ് ആണ്. ഇതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർമിക് ഒരു ലൂപ്പ് എന്ന് തന്നെ പറയാം. ഈ ഒരു കാർമിക് ലൂപ്പിനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പുറത്ത് വന്ന് നിങ്ങളുടെ ലൈഫ് വളരെ ബ്ലെസ്ഡ് ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, കുറച്ചൊന്നിരുന്ന് ചിന്തിക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, കുറച്ചൊന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഡിവൈന് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അവിടെ ഒരു സക്സസ് ആണ്. ഏതായാലും ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ച് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിൽ തീർത്തും ടൈപ്പ് ആയിട്ടും ഒരു ഹാർട്ട് ബ്രേക്കും ഒക്കെയാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രുവിനെ കൂടി നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആള് നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് ടൈമിലെ അവസ്ഥ കാരണം നിങ്ങൾക്ക് ആ ഒരു ശത്രുവിനെ കൂടി കണ്ടുപിടിക്കാനായിട്ട് കഴിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, അതുപോലെ പോസിറ്റീവായിട്ടിരുന്ന് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. താങ്ക് യു ഏഞ്ചൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടോ, സൊല്യൂഷൻ എന്തെങ്കിലും ഏഞ്ചൽസ് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സൊല്യൂഷൻ തീർച്ചയായിട്ടും റിമൈൻ പോസിറ്റീവ് ആണ് ഏഞ്ചൽസ് പറയുന്നത്. സെക്കൻഡ് അതുപോലെ ഒരു ജംപ് കാർഡാണ്. അതുപോലെ നിങ്ങൾ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ചേഞ്ച് വരും. പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വരും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു എവരിബഡി. താങ്ക് യു സോ മച്ച്. പോസിറ്റീവ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.